നമസ്കാരം. KSRTC ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവ് MLAയുടെയും മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തുകയാണ്. MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഒരു ഗുരുതര ആരോപണം കൂടി FIRൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി FIRൽ പറയുന്നുമുണ്ട്. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെങ്കിലും തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. KSRTC ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. മേയർ അടക്കം 5 പേർക്കെതിരെയാണ് കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്ത സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയേക്കാവുന്ന സാധ്യതകളും കാണുന്നുണ്ട്. കോടതിയിൽ യദുവിൻ്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് FIRലും ഉള്ളത് എന്നുള്ളതാണ്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും FIRൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി FIRൽ പറയുന്നുണ്ട്. കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ FIRൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്രകാരം ഇത് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യദുവിൻ്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ കണ്ടോൺമെൻറ് പോലീസിന് നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ടായത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അനധികൃതമായി തടങ്കലിൽ വെച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഡ്രൈവർ ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയറെയും ഭർത്താവിനെയും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അറസ്റ്റ് ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നേരത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അഭിഭാഷകൻ്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി മേയറും MLAയും അടക്കമുള്ളവർക്കെതിരെ അന്ന് എടുത്തിരുന്നു. പക്ഷേ അഭിഭാഷകൻ അതിനുശേഷം, അതായത് യദുവിൻ്റെ അഭിഭാഷകൻ ബൈജു നോയൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെൻറ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബൈജുവിൻ്റെ മൊഴി കണ്ടോൺമെൻറ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കുവാൻ ഇപ്പോൾ പോലീസിൻ്റെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ടെത്തിയും സാക്ഷിമൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം KSRTC ഡ്രൈവറായിട്ടുള്ള യദു ഡ്രൈവിങ്ങിനിടയിൽ 1 മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സംഭവം നടന്ന പാളയത്ത്, അതായത് തിരുവനന്തപുരത്ത് പാളയത്ത് എത്തുന്നവരെ യദു പലപ്പോഴായി ഏകദേശം 1 മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് KSRTCക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് യദുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. ലൈസൻസ് റദ്ദാക്കുവാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. അങ്ങനെ ലൈസൻസും റദ്ദാക്കും. KSRTCയിൽ നിന്ന് യദുവിനെ പിരിച്ചുവിടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഒപ്പം തന്നെ ഈ KSRTC ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള കേസിൽ ഇപ്പോൾ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം നടക്കും. അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ പോവുകയും ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് മുൻകൂർ ജാമ്യം എടുക്കുവാനുള്ള ഒരു സാഹചര്യമുള്ളതുകൊണ്ട് അത് സച്ചിൻ ദേവനും ഒപ്പം തന്നെ മേയർക്കും രക്ഷപ്പെടുവാനുള്ള സാധ്യതയും സാഹചര്യവും തെളിയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും. അതായത് KSRTC ബസ് തടഞ്ഞു നിർത്തി ഇത്തരത്തിലൊരു രാഷ്ട്രീയ മനോഭാവത്തോടു കൂടി പെരുമാറാൻ സച്ചിൻ ദേവ് എന്ന് പറയപ്പെടുന്ന MLAയ്ക്കും മേയർ എന്ന് പറയപ്പെടുന്ന ആരാധ്യയായ ആര്യ രാജേന്ദ്രനുമൊക്കെ എന്ത് പിൻബലമാണ് ഉള്ളത് എന്ന്. CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ പിൻബലത്തിൽ, അവരുടെ നേതാക്കൾ നൽകുന്ന പിന്തുണയിലൊക്കെ നിന്നുകൊണ്ട് ഈ സഖാക്കൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഇവിടുത്തെ ഈ സമൂഹവും പൊതുജനവും സഹിക്കണമെന്നാണോ ഇവർ കരുതുന്നത്? അതോ ഇവർ ചെയ്തു കൂട്ടുന്നത് എന്തിൻ്റെ പിൻബലത്തിലാണ്? ജനങ്ങൾ നൽകുന്ന വോട്ടിൻ്റെ പുറത്തു മാത്രം മേയറും MLAയും ഒക്കെ ആകുന്നു എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് രാഷ്ട്രീയ മനോഭാവത്തോടു കൂടി ജനങ്ങളോട് അടിയാളന്മാരെ പോലെ, അടിമകളെപ്പോലെ പെരുമാറാൻ ശ്രമിക്കുന്ന ഈ ഫ്യൂഡൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാകാത്തത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വികൃതമാവുകയാണ് നിങ്ങളുടെ മുഖം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ രണ്ടുപേരെയും, അതായത് മേയറിനെയും സച്ചിൻ ദേവ് MLAയും ജനങ്ങൾ മറക്കില്ല. കാരണം നിങ്ങൾ യുവാക്കളാണ്, നിങ്ങൾ മാതൃകകൾ ആകേണ്ടവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ
ഈ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന് പറയട്ടെ. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തെ മാറ്റാൻ പറ്റാത്ത വിധം നിങ്ങൾ അതിനോടൊപ്പം ചേരുന്ന മാതൃകകളായി തീരുന്നു എന്നുള്ളത് വലിയ ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.